വ്യത്യസ്തവുമാണ്. അതേപോലെ സിനിമ ആരാധകർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമകളാണ്. സോ മമ്മൂട്ടി കമ്പനി എന്ന പേര് മലയാള സിനിമയിൽ എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്, മമ്മൂക്ക അഭിനയിക്കാത്ത അല്ലെങ്കിൽ അതെ അതെ പിന്നെ തീർച്ചയായിട്ടും അതേപോലെ ഈ സിനിമ ബാക്കപ്പ് ചെയ്യാമെന്ന് മമ്മൂക്ക തന്നെയാണ് വിളിച്ച് ജോസഫ് സാറിനോട് പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കപ്പ് ചെയ്യാൻ തോന്നിയ ആ ഒരു മൂമെന്റ് എപ്പോഴായിരുന്നു? അല്ല, അതല്ല, നമ്മൾ സിനിമകൾ ചെയ്യുന്നു, പിന്നെ ഒരു പ്രൊഡ്യൂസർ കണ്ടുപിടിക്കേണ്ട കാര്യം ബുദ്ധിമുട്ടില്ല. നമ്മൾ ഏതായാലും ഒരു വീട് തുറന്നിരിപ്പുണ്ടല്ലോ, നമുക്ക് തന്നെ അല്ലാതെ നമ്മുടെ ആ സിനിമ പിടിച്ചെടുത്തൊന്നുമില്ല. പുള്ളി ഒരു പ്രൊഡ്യൂസറെ കൊണ്ടുവരേണ്ട സമയം വേണ്ട, നമുക്ക് തുടങ്ങാം. നമുക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും നമ്മളില്ലാത്ത പടങ്ങളും ഉള്ള പടങ്ങളും ചെറിയ റോളിലേക്ക് പടങ്ങളൊക്കെ വരും, നമ്മളെ കൊണ്ടാവുന്നവർ വരും. സിനിമ ഇറങ്ങി ഇതിന്റെ കുറെ റിവ്യൂസ് വന്നു. റിവ്യൂസിലൊക്കെ എടുത്തു പറയുന്നത് എന്താ, മമ്മൂക്കയും ഗോപിയേട്ടനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ടെന്നാണ്. ഇപ്പൊ സുരേഷേട്ടന്റെ മകനാണ്, പണ്ട് മുതലേ കാണുന്ന ഒരാളും കൂടാണ്. ഇപ്പൊ സിനിമയിൽ ഇൻ സ്ക്രീൻ വരുമ്പം അതെങ്ങനെ ഉണ്ടായിരുന്നു അഭിനയിക്കാൻ? ഖത്തറില്ല, അത് ഈ ഗോകുലിന് ആദ്യം നമ്മളെ ഇപ്പോൾ അവരുടെ ഫാദറിന്റെ കൊളീഗാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഫാദറിന്റെ റെസ്പെക്ട് ഉണ്ടാവുമല്ലോ. അത് സിനിമയിൽ കാണരുതെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ സെറ്റിലൊക്കെ വരുമ്പോൾ അങ്ങനെയാണ് സാർ, കാണുമ്പോൾ എഴുതാൻ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞൊന്നും ചെയ്യില്ല, സാധാരണ നീ പെരുമാറുന്ന പോലെ പെരുമാറില്ല എന്നോട്. സിനിമയിൽ നമ്മൾ വരുമ്പോൾ എൻ്റെ ഒരു സീനിയറും അസിസ്റ്റൻറ്റും തമ്മിലുള്ള ബന്ധമുണ്ടാകുള്ളൂ. നീ എന്നെ മമ്മൂക്കായിട്ടോ മമ്മൂട്ടി ചേട്ടനോ മമ്മൂട്ടി സാറായിട്ടോ കാണും. അത് മാത്രമേ ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ പ്ലേറ്റ് വെരി വെൽ അല്ലേ, അത് നല്ല കോമ്പിനേഷൻ ആയിരുന്നു. ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. അത് ആ എക്സൈറ്റ്മെന്റ് ഉണ്ട് ശരിക്കും ഗൗതമന് നമ്മളോട് അഭിനയിക്കുമ്പോൾ. അത് ആ സിനിമയിലുണ്ട്. അതാണ് ആ സിനിമയുടെ കഥാപാത്രം അത്രയും വളരെ സ്വീറ്റായ ഗൗതം അല്ലെ. ഗോകുൽ ബൈക്ക് മാത്രം നമുക്ക് കുറച്ച് സ്ലോ ആയിട്ട് ഓടിച്ചു, ബാക്കിൽ നമുക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫാസ്റ്റ് ആയിട്ട് പോയില്ലാന്ന് പറഞ്ഞു. അത് മാത്രമേ എനിക്ക് പ്രശ്നമുണ്ടായിരുന്നു. மொத்தம் பைக்காக மேடிச்சு கொடுத்து அந்த மாதிரி டைலாக் சொல்கிறதுக்கே எனக்கு ரொம்பவே பயமாக இருந்தது. சார் கூட ப்ராக்டிஸ் பண்ணி பண்ணி அதுக்கப்புறம் மம்முக்கா சார் கூட பண்ணி மாதிரி இருந்தது. பட் அந்த ഈ കുട്ടി തെറ്റിച്ചിട്ടൊരു ഷോട്ടുണ്ട്, റീടേക്ക് പോയിട്ടില്ല, ഞാനായിട്ട് തെറ്റിച്ചിട്ടുണ്ട്. ஸோ யா நான் கொஞ்சம் நிதானமாக பண்ணிட்டு இருந்தேன். ஸோ பட் அந்த ஃபைட்டர்ஸ் எல்லாமே கொஞ்சம் ஃபியர்ஸாக வேணும் அந்த மாதிரி சொன்னப்போ எனக்கு ரொம்பவே பயமாக இருந்தது. நான் எப்படி அவங்கள அப்படி இது பண்ண முடியும்னு சொல்லிட்டு. ஸோ சார் என்ன கொஞ்சம் காமாக அந்த ஸ்பேஸில் நீ பண்ணு பரவாயில்ல பார்த்துக்கலாம்னு சொல்லி இது பண்ணாங்க. ஜோக் கூட பண்ணாங்க, அடிச்சது ரொம்பவே வலிக்குதுன்னு சொல்லிட்டு ஜோக்கெல்லாம் பண்ணாங்க. ലാസ്റ്റ് ടോസ്റ്റ് story continues. എനിക്ക് തോന്നുന്നു ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞപ്പോൾ സർ ഐ തിങ്ക് took some 5 minutes to respond to the climax. And then ഒരു ചെറിയ 2-3 ഡൗട്ട് ചോദിച്ചു, ഇതെങ്ങനെയാ അതെങ്ങനെയാന്ന് 2-3 കണക്ഷൻ സീൻസ് ആയിട്ട് ഡൗട്ട് ചോദിച്ചു. And then he said I like it, we'll do it. And then we left that meeting. Next day he said I'm producing the film, we have to start immediately. So and ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഓൾമോസ്റ്റ് 3/4 പടം ഷൂട്ട് ചെയ്തിട്ടാണ് ഈ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത്. ലാസ്റ്റ് അല്ല, ഓൾമോസ്റ്റ് ഒരു മിഡിൽ 3/4 ഇപ്പോൾ ഈടായിട്ട് ബേസിൽ ടോവിനും കൂടി ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. ചെറിയ കുട്ടി ഷെയ്ക്കൽ മിസ്സായിട്ട് ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അത് ആ യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ട് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുകയുണ്ടായി. അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇൻസെപ്ഷൻ എന്ന മൂവിയിൽ എൻ്റെ ക്ലൈമാക്സ് സീനിൽ മൈക്കിൾ കെയ്ൻ എന്ന ആക്ടർ ക്രിസ്റ്റഫർ നോളനോട് ചോദിച്ചു, ഈ ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ റിയൽ ആണോ അതോ ഡ്രീം ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ക്രിസ്റ്റഫർ നോളൻ പറഞ്ഞു, ഇത് നിങ്ങൾ അഭിനയിച്ച സീനെല്ലാം റിയലാണ് മിസ്റ്റർ മൈക്കിൾ കെയ്ൻ എന്ന് ചോദിച്ചു. അതേപോലെ മമ്മൂക്ക അഭിനയിച്ച ലിജോ ജോസ് പെലിശ്ശേരി ചിത്രത്തില് നൻപകൽ നേരത്തെ മയക്കം, അതിലെ മമ്മൂക്കയുടെ ക്യാരക്ടർ ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണ്. അദ്ദേഹം ഒരു ഡ്രാമ കളിച്ചാണെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, കൂടാതെ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന വിഭാഗമുണ്ട്, കൂടാതെ
തമിഴിന്റെ ആത്മാവ് കയറി കൂടിയാണെന്ന ഒരു വിഭാഗം പറയുന്നുണ്ട്. അതല്ലാതെ വേറെ പറയുന്ന ഒരു വിഭാഗക്കാരുണ്ട്. ഇതിലെ മമ്മൂക്ക എന്നൊരു സിനിമാ പ്രേമി ആ സിനിമ കണ്ടതിന് ശേഷം ലിജോട് ചോദിച്ചിട്ടുണ്ടോ ഇത് ഏതാണ് ലിജോ എന്റെ ട്രാക്ക്, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ട്രാക്ക് ഏതാണെന്ന് ചോദിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ടില്ല. ലിജോ സാറ് ഒരു ഉത്തരം ഓഡിയൻസിൽ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് മമ്മൂക്കടി ചോദിക്കേണ്ടി വന്നത്. നിങ്ങളോട് പറഞ്ഞില്ലേ പുള്ളി എന്നോട് പറയൂ. അതങ്ങനെ ഒരു സിനിമയായിട്ട് തന്നെ കാണണം. നമ്മള് ഒരു എന്താ പറയുക, ആ സിനിമ മലയാള സിനിമയ്ക്കൊരു മുതൽക്കൂട്ടായിട്ടുള്ള സിനിമയാണ്. ഞങ്ങളുടെ സിനിമ മലയാളത്തിൽ മാത്രമേ വരൂ. ഇവിടെ ക്രിസ്റ്റഫർ നോളനൊന്നും ഇല്ലല്ലോ. നമ്മുടെ ആൾക്കാര് ചെറിയ ചെറിയ പാവങ്ങളെ. എന്തായാലും മമ്മൂക്ക പ്രൊഡ്യൂസർ കൂടിയാണല്ലോ, അപ്പോ മമ്മൂക്ക ഓൾറെഡി ഒരു സംശയം ചോദിക്കുമല്ലോ. സത്യം പറയാൻ ഞാൻ ചോദിച്ചില്ല. താങ്ക് യു മമ്മൂക്ക. ചർച്ചകൾ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരവുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇത്ര നമ്മുടെ വലിയ ഉത്തരവാദിത്തമല്ലേ. ആളുകൾ അവിടെ ഇന്ത്യ കുറഞ്ഞ പക്ഷം ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്നു, ഇന്ത്യയിൽ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുകയും നമ്മൾ കുറച്ചുകൂടെ മുന്നൊരുക്കങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. വിശുബാബു, നീന എന്നുള്ള സിനിമ ചെയ്യുമ്പോൾ ലാൽ ജോസ് പറഞ്ഞിട്ടുള്ളത് കോർപ്പറേറ്റ് ലുക്കുള്ള ഒരാൾ വേണം, അതുകൊണ്ട് നായകനാക്കാൻ വേണ്ടത്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു റോൾ ചെയ്യുമ്പോൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്ന ബ്രീഫ് ഈ റോളിന് വേണ്ടി? റോള് ഉണ്ട്, വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബ്രീഫ് വെച്ചിട്ടില്ല പോയത്. കോള് വന്നത് മമ്മൂട്ടി കമ്പനിയിൽ നിന്ന്. ഹലോ, കോള് വന്നത് മമ്മൂട്ടി കമ്പനിയിൽ നിന്നാണ്. നിങ്ങൾ വടക്കം വിരാത 89 ഇറങ്ങിയ വളരെ അതിനെ പറ്റി ഇപ്പൊ എന്ത് ചോദിക്കുന്നത്? പറ്റി കണ്ടോ നോക്കാം എവിടെയാണെന്ന് പറയാം. പക്ഷേ കാണാത്ത ആൾക്കാർക്ക് പറയാം. സിനിമയിൽ തിയേറ്ററിൽ കാണാത്ത ചിലപ്പോൾ പറയാനൊക്കെ ഇവിടെ കുറേ ഇറങ്ങി പോകണം. ഇതൊന്നും പോരാഞ്ഞിട്ട് കുറേ ഉണ്ട്, ലവ് സ്റ്റോറീസ് കുറേ ഉണ്ട്. Okay, thank you for coming.